അവരെ തമ്മിൽ പിരിച്ചാലേ എന്റെ മനസ്സ് സമാധാനാവും. മിസ്റ്റർ നമ്പ്യാർ എന്ന് വരുന്ന കത്തിൽ എഴുതിയിരിക്കുന്നത് അടുത്ത ബുധനാഴ്ച ഇവിടെ എത്താമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മിസ്റ്റർ നമ്പ്യാർക്ക് മകളെ ഏൽപ്പിച്ചാലേ എന്റെ ജോലി തീരും. അവൾ ഇവിടുന്ന് പോയാലേ ഈ വീട് ശുദ്ധിയാവും. പപ്പി, ഐ എം വെരി സോറി ഫോർ ടെല്ലിംഗ് ദിസ്. നീ ഇങ്ങനെ തരം താഴരുത്. ഇത്രയും കാലം മാതൃകാ ദമ്പതികളെ പോലെ ജീവിച്ച നാം ഒരു പെൺകുട്ടിയുടെ പ്രേമജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇത് നമ്മുടെ മകളുടെ പ്രശ്നമാണ്. ഓ, അത് ശരി. നമ്മുടെ മകൾക്ക് ജീവിതം കിട്ടാൻ വേണ്ടി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണോ? എനിക്കിതൊന്നും കേൾക്കണ്ട, എന്റെ തലയിൽ കയറി. ഇപ്പോൾ നിനക്കൊന്നും മനസ്സിലായില്ല, എനിക്കറിയാം. കാരണം മറ്റൊന്നുമല്ല, സ്വാർത്ഥത. നാശം ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. ഇവിടെ നടന്നതൊന്നും എന്റെ അമ്മയെ അറിയിക്കണ്ട. പാവം അമ്മ വെറുതെ പരിഭ്രമിച്ച് ഇവിടെ ഓടിയെത്തും. ശരി കുഞ്ഞെ, പക്ഷേ കുഞ്ഞ് ഇനി മുതൽ സൂക്ഷിക്കണം. അനു പിന്നീട് വന്നിരുന്നോ? കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോ 2 പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. കുറെ നേരം ഇവിടെ ഇരുന്നു പോയി. ശങ്കരേട്ട ഊണ് കഴിഞ്ഞ് കിടന്നുറങ്ങിക്കോളൂ. എനിക്ക് രാത്രിയൊന്നും വേണ്ട. പത്നി കിടക്കണ്ട, ഞാൻ പാലും റൊട്ടിയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചോളൂ. ശങ്കരേട്ടന് ഇഷ്ടം പോലെ നടക്കട്ടെ. കൊണ്ടുവരൂ. കുട്ടിയെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്കാക്കിരുന്നു പറഞ്ഞ് അച്ഛനെഴുതിയ കത്ത് കണ്ടില്ലേ? കണ്ടു. പിന്നെ ആരോട് ചോദിച്ചിട്ടാ കുട്ടി പുറത്തേക്ക് പോകുന്നത്? എനിക്കിന്ന് പരീക്ഷയാണ്, പരീക്ഷ എഴുതണം. ഈ വീട് വിട്ട് ഇനി പുറത്തിറങ്ങാൻ പാടില്ല. എനിക്കിന്ന് പരീക്ഷയാണ്, പരീക്ഷ എഴുതണം. അവനെ കാണാൻ പോവാണ്, ഭദ്രകാളി. നോ, ജൂലിയറ്റ്. എവിടേക്കാ? പറയാം. അനു, 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 അനു. രാജേഷ്, അനു, അനു, അനു. ഞാൻ വിചാരിച്ചു അനുവിനെ വിട്ടുപിരിഞ്ഞു പോയെന്ന്. രാജേഷ്, മരിച്ചാലും നമ്മൾ തമ്മിൽ പിരിയാൻ പാടില്ല. ഈ താഴ്വരകളിലും നീലമലകളിലും നമ്മൾക്ക് ഒരുമിച്ച് നടക്കണം. പാട്ടുപാടി, പൊട്ടിച്ചിരിച്ച്, തമാശ പറഞ്ഞ് നമ്മുടെ ആത്മാക്കൾ ഇവിടെയെല്ലാം ഇതുപോലെ അലഞ്ഞു നടക്കണം, ലോകാവസാനം വരെ. അനു, രാജേഷ്. ഇവരെല്ലാം എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത്? ഏതെല്ലാം നാട്ടുകാർ? ബംഗാളി, കാശ്മീർ, പഞ്ചാബി, മറാത്തി, കർണാടകം, തെലുങ്ക്, തമിഴ്, മലയാളം എല്ലാ ഭാഷക്കാരുമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എല്ലാവരും ഒരു ഭാഷ സംസാരിക്കുന്നു. ഏത് ഭാഷ? പ്രേമത്തിന്റെ ഭാഷ. മാതൃഭാഷ ഏതായാലും പ്രേമത്തിന്റെ ഭാഷ ഒന്നാണ്. ലോകം മുഴുവൻ അതൊന്നാണ്. അയ്യോ രാജേഷ്, ഈ കൊക്കയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. എന്നെ പിടിക്കൂ. ഞാൻ അടുത്തുള്ളപ്പോൾ അനു എന്തിനു പഠിക്കുന്നു? ഞാൻ ഈ കൊക്കയിലേക്ക് വീണാലോ? ഞാനും ഒപ്പം ചാടും. അയ്യോ, എന്റെ രാജേഷ് മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മരിച്ചാലും
രാജേഷ് മരിക്കാൻ പാടില്ല. അനു, രാജേഷ്, എന്റെ ചിത്രം എന്തിനാ ഇവിടെ വരച്ചത്? വർഷങ്ങൾക്ക് ശേഷം ഇതുവഴി കടന്നു പോകുന്ന കാമുകി കാമുകന്മാർ നമ്മളെ കുറിച്ച് ഓർക്കാൻ. അത് വേണം. എന്താ? ഞാൻ രാജേഷിനെയും രാജേഷ് എന്നെയും ഓർത്താൽ മതി. അതുപോലെ രാജേഷ് എന്നെ വിടുന്നു. അനു എന്തിനാണ് ഇങ്ങനെയെല്ലാം ചോദിക്കുന്നത്? എന്തോ ചിലപ്പോൾ എന്റെ മനസ്സിനൊരു ഭയം തോന്നും. അനു, ഈ പ്രകൃതിയെ മുഴുവൻ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, യുഗങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഒന്നായിരിക്കും. ഞാൻ അനുവിന്റെയും അനു എന്റെയും. രാജേഷ്, അനു, അനു, രാജേഷ്. അനു, പോകാം. കുറച്ച് സമയം കൂടി ഞാൻ ഈ മടിയിൽ കിടക്കട്ടെ രാജേഷ്. വിവാഹം കഴിഞ്ഞ് നിലാവുള്ള രാത്രികളിൽ കൈകോർത്ത് പിടിച്ച് നേരം വെളുക്കോളം നമുക്കിവിടെ കലഞ്ഞു നടക്കണം. പാട്ടുപാടി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച്. അതെ രാജേഷ്, മരിക്കുന്നതും നമുക്ക് രണ്ടുപേർക്കും ഇവിടെ വെച്ച് തന്നെ ആവണം. അനു, രാജേഷ്.